എന്നെ തിരക്കോ ജാനുച്ചി? ഇപ്പുറത്തേക്ക് വന്നില്ല. ഓ ഭാഗ്യം. മോര് കാച്ചിയോ ജാനുച്ചി? ഇനി കറിക്കുള്ള അരപ്പൂടായ ഉച്ചവരുള്ള പണി തീരും. പിന്നെ കുറെ പാത്രങ്ങളുണ്ട് കഴുകാൻ. കണ്ടോ ബാലനെ? അങ്ങട് പറയുമ്പോഴേക്കും ഇങ്ങട് കടിക്കാൻ നിക്ക. തമ്പുരാൻ ചോദിച്ചാ പറയും പോലും. എന്നിട്ട് അവസാനം എന്താ ചെയ്യാ? ഞാൻ ചാവൂന്ന് പറഞ്ഞു. പിന്നെ ബാലൻ മിണ്ടില്ലല്ലോ. ആണുങ്ങളോട് എപ്പോഴും ചാവും ചാവും എന്ന് പറയരുതേ. പിന്നെ അവർക്ക് ചത്താലും വിലയുണ്ടാവില്ല. ഇടയ്ക്കൊരു പ്രാവശ്യം ഇത്തിരി കനത്തിലേ പറയാവൂ, അതുകൊള്ളും. ജാനുച്ചി എങ്ങനെയാ? ഓ, നമ്മുടെ ആളിന്റെ അടുത്ത് അതുകൊണ്ടൊന്നും ഒരു വിശേഷവും ഇല്ലേ. ആ, മുറി ശരിയാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആരാ പറഞ്ഞത്? ആരോ ഡൽഹിന്നാന്നാ പറഞ്ഞേ. ഡൽഹിന്നാരാ? കളക്ടർ സോമശേഖരനുണ്ട്, പിന്നെ അനന്ത സാറിന്റെ മരുമകനും. എനിക്ക് ആരെ അറിയാം. ബാലന്റെ അച്ഛനാ പറഞ്ഞേ. ചോദിച്ചു നോക്ക്. വേണ്ട, ആര് വേണമെങ്കിലും വരട്ടെ, നമുക്കെന്താ. മുറി ശരിയാക്കി ഇടാൻ പറഞ്ഞാ അത് ചെയ്യാം. പുറത്തുനിന്ന് ആളുകൾ വരുമ്പോഴാ ഉത്തരക്കുട്ടിയുടെ കാര്യം ഒന്നുകൂടെ കഷ്ടത്തിലാവുന്നത്. ആൾക്കാരുടെ മുമ്പിൽ വെച്ച് നാണം കെടുത്തില്ലെങ്കിൽ തമ്പുരാന് സമാധാനം കിട്ടില്ല. വരുന്നവർക്കും ഇല്ല ഒരു കരുണ. നമ്മളത് പ്രതീക്ഷിക്കണ്ട, അപ്പൊ തീർന്നില്ലേ. ഇത് തന്നെ കുഴപ്പം. ഒരു ദിവസം മുഖത്ത് നോക്കി ചോദിക്കണം, നിങ്ങൾ ആരാന്ന്. അപ്പൊ ഉത്തരം മുട്ടുമല്ലോ തമ്പുരാന്. ഞാനില്ലേ, എനിക്കിപ്പൊ കിട്ടണ തല്ല് തന്നെ ധാരാളാ. അമ്മ മരിച്ചപ്പോ കൂടെ ചത്തോട്ടെ എന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞില്ലല്ലോ, അതന്നെ വലിയ ഭാഗ്യം. വേറെ പലയിടത്തും ഉണ്ടാവും എന്നെ പോലുള്ളവർ. എന്താ നോക്കി നിക്കണേ? ഇത് കഴിഞ്ഞ നേരെ ഡൽഹിക്കാരന്റെ മുറിയിലേക്കാ. വേഗം ആയിക്കോട്ടെ. ഛേ, ഉത്തര എന്ത് പണിയായി കാണിച്ചേ. ഇനിയിപ്പോ തമ്പുരാൻ ചോദിച്ചാ നിനക്ക് വല്ലതും പറയാൻ പറ്റുമോ? എന്തു പറയാനാ, അവളുടെ പേടി മാറണ്ടേ. എന്റെ ബാല, ഇങ്ങനെ പേടിച്ചിട്ടെന്താ? എന്തായാലും ഒരു കാര്യം ഉറപ്പല്ലേ, നേരെ ചൊവ്വേ തമ്പുരാൻ നിനക്ക് ഉത്തരെ കല്യാണം കഴിച്ച് തരില്ല. അപ്പോ എതിർക്കേണ്ടി വരും. അതെ, ഇപ്പോഴേ തമ്പുരാന് കാര്യം മനസ്സിലാക്കി കൊടുക്കുന്നതാ നല്ലത്. ഇനി വാക്ക് തെറ്റിച്ച ഒന്നും മിണ്ടാതിരുന്നേ ബാല. പെണ്ണുങ്ങൾ പറയുന്നത് അനുസരിക്കാൻ തുടങ്ങിയാ നിന്റെ ജീവിതം പാളിപ്പോവേ. സത്യം പറഞ്ഞാ ഞാൻ നല്ല ഉഷാറിലായിരുന്നു. ഈ വിഷയത്തിൽ തമ്പുരാൻ നിന്നെ എന്തെങ്കിലും ചെയ്താ ഉടക്ക് തന്നെ കരുതിയിരിക്കായിരുന്നു. ആഹാ, ഒരു കാലത്തും ഇല്ലാത്ത ആവേശമാണല്ലോ നിനക്ക്. സഹിക്കുന്നതിനൊരു പരിധിയില്ലേ ബാല. നീ നോക്കിക്കോ, ഇനി നിന്നെ തമ്പുരാൻ എന്തെങ്കിലും പറഞ്ഞാ ഞാനായിരിക്കും തിരിച്ചു പറയുക. കൈവൊക്കെ തിരിച്ചും പൊക്കും. ഞാൻ പോവാ ബാല. അല്ല, നമുക്ക് കാണാം. പോയിട്ടൊരു അത്യാവശ്യ കാര്യമുണ്ട്, പിന്നെ കാണാം. പോട്ടെ. ആ, ഇന്ന് പണിക്കാരധികം ഉണ്ടോ? ഇല്ല, സാധാരണത്തെ പോലെ ഉള്ളൂ. ആ കുമാരന്റെ പെണ്ണ് 2 ദിവസത്തെ കൂലി മുൻകൂർ ചോദിച്ചു. കൊടുക്കാം. വേണ്ട, ആ ശീലങ്ങളൊക്കെ അപകടമാ. പിന്നെ കുഞ്ഞിന് വയറിളക്കം, ഭർത്താവിന് ശരീരവേദന, അനിയത്തിയുടെ പ്രസവം, 16 അടി യന്ത്രം, എല്ലാത്തിനും ചോദിക്കാൻ തുടങ്ങും. അതൊരു ശീലമാക്കണ്ട. ബാല, കമലയുടെ കാര്യത്തിൽ നോട്ടീസ് അയച്ചതിൽ നിനക്ക് പങ്ക് വല്ലതുണ്ടോ? ഇരുട്ടിക്കിടക്കുന്ന ഒരു വെളിച്ചത്തെക്കുറിച്ച് അറിയണമെങ്കിൽ വിവരം പുറത്ത് നിന്നെത്തണം. പുസ്തകം വായിക്കുന്ന പലരുടെയും കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്. ചിലരെ പാടത്തും കണ്ടിട്ടുണ്ട്.
വേറെ പാടത്തൊക്കെ അവര് കൊടികുത്തിയപ്പോള് ഇവിടെ കുഴിയാ കുത്തിയത്, അവന്മാരെ മൂടാൻ. ഞാൻ അങ്ങനൊന്നും. കുഞ്ഞപ്പന്റെ മോൻ ബാലം കുത്തിയാലേ വിത്ത് മുളയ്ക്കുമെന്ന് എനിക്ക് വിശ്വാസമൊന്നുമില്ല. ചെമ്പേരിപ്പാടത്ത് വിളവും കുറയില്ല, പണിയെടുക്കുന്നത് ആരായാലും. എളുപ്പമാ ചെമ്പേരി തമ്പുരാന്റെ ശത്രു പദവിയിലെത്താൻ. പക്ഷേ അത്ര എളുപ്പമല്ല പിന്നെ ജീവിക്കാൻ. ആയുധം കൊണ്ടാണ് കളിയെങ്കില് ആനറാഞ്ചി പരമൂനെ ഞാൻ തരില്ല. പകരം അക്ഷരം കൊണ്ടാണ് കളിയെങ്കില് ഞാൻ ഒരുപാട് തിരയില്ല ആരെയും. എവിടുന്നെങ്കിലും കെട്ടിയെടുത്താ അത് നേരെ എന്റെ തലയിലേക്ക് തന്നെ. കൃത്യസമയത്ത് എഴുന്നള്ളാൻ തോന്നുന്നത് ഭയങ്കരം തന്നെ. മോളെ, ആഹാ, ഉറങ്ങല്ലേ? ഞാൻ ആലോചിച്ചു കുളി കഴിഞ്ഞ ഉടനെ ഒരു മയക്കം എന്താന്ന്. വെറുതെ കിടന്നതാ. മതി, എന്തിനാ ഇങ്ങനെ പോയിക്കണേ? ഇച്ചിരി സുന്ദരി ആയിക്കോട്ടെ. ഈ ഇരുട്ടി കിടക്കാനോ? എന്നെങ്കിലും പുറത്തിറങ്ങണ്ടേ? അന്ന് ജട പിടിച്ചിരുന്നാലോ? പുറത്തിറങ്ങാനുള്ള തീയതി വല്ലതും കുറിച്ചോ? ഞാൻ വെറുതെ ചോദിച്ചതാ. എന്നെ വേദനിപ്പിച്ചോ? ചിറ്റയ്ക്കും അതാ രസം. എന്താ ഒറ്റയ്ക്ക് പറഞ്ഞോണ്ട് വന്നത്? ഡൽഹിന്ന് കളക്ടറുടെ മോള് വരണു നാട് കാണാൻ. എങ്ങനെയുള്ള ജാതിയാന്ന് ആർക്കറിയാ? വന്നാ തുടങ്ങും, വെള്ളം കൊണ്ടുവാ, ജ്യൂസ് കൊണ്ടുവാ, മുഖം മിനുക്കാനുള്ള സാധനങ്ങൾ കൊണ്ടുവാ എന്നൊക്കെയുള്ള പറച്ചിലേ. അവിടെ ഇതൊന്നും കാണാത്ത പോലെ. 6ാമത്തെ കൊല്ല അമ്മയ്ക്ക് ബലിയിടാന്ന് കരുതുന്നത്. ഇപ്പൊ അത് മുടങ്ങിക്കിട്ടും. മുടക്കണ്ട എന്ന് ഞാൻ മാത്രം വിചാരിച്ച പോരല്ലോ. കഴിഞ്ഞ കൊല്ലം ഒരുങ്ങി ദേ വരണു കൽക്കട്ടക്കാരൻ. അതിനു മുമ്പത്തെ കൊല്ലം അമ്പല കമ്മിറ്റിക്കാര് സദ്യ ഉണ്ണാൻ ഇറങ്ങി. എന്റെ അമ്മയ്ക്ക് ഒരു ഉരുള വയ്ക്കാനുള്ള ഭാഗ്യം എനിക്ക് വിധിച്ചിട്ടില്ല. ചോദിച്ചൂടെ നിനക്ക്? എന്നിട്ട് എന്നെ പിടിച്ച് തിന്നാനോ? ചിലത് ചോദിക്കണം. ചിറ്റയെപ്പോലെ ആവണ്ട, ഇതുപോലെ കുടുങ്ങിപ്പോവും. നിന്റെ അവകാശമാന്ന് പറ. ഞാൻ ചോദിക്കും. തല്ലണമെങ്കിൽ തല്ലട്ടെ, അതോടെ നിർത്താലോ. പിന്നെ രാജ്യത്തുള്ള ഒരു മുഴുവൻ വന്നു പോട്ടെ. കാല് കഴുകി കൊടുക്കുകയോ കാവല് കൊടുക്കുകയോ ഒക്കെ ആയിക്കോളാം ഞാൻ. ഒച്ച ഉണ്ടാക്കണ്ട. ഒച്ച ഉണ്ടാക്കിയാ ഞാനും ഉണ്ടാക്കും. അതെ, ഉറങ്ങണ്ട. ഞാൻ ഇപ്പൊ തന്നെ വന്ന് തീരുമാനം പറയാം. ആരെങ്കിലും ഉള്ളിടത്ത് വെച്ച് ചോദിക്കൂ. ചവിട്ടിക്കൊന്ന ആരെങ്കിലും അറിയണല്ലോ.
എന്താടോ തേങ്ങയുടെ വില പിന്നെ ഇടിഞ്ഞോ? ഉവ്വ്. ഹും. കൃഷി കൊണ്ടൊന്നും ഇപ്പൊ ഒരു കാര്യവും ഇല്ലാണ്ടായി അല്ലേ? നാളെ അമ്മയുടെ ആണ്ടാണ്. ആരുടെ അമ്മയുടെ? എന്റെ അമ്മയുടെ. അതിനെന്താ? കുറെ വർഷമായിട്ട് ആഗ്രഹിക്കുന്നത് അമ്മയ്ക്ക് ബലിയിടണം. അതിന് സമ്മതിക്കണം. കുഞ്ഞപ്പാ, പണ്ട് രാമങ്കരിന്ന് 2 പശുക്കളെ കൊണ്ടുവന്നില്ലായിരുന്നോ? ഉവ്വ്. ഇപ്പൊ അതിൽ ഒരെണ്ണേ തൊഴുത്തിലുള്ളൂ. എന്താ കാരണം? ഒന്ന് ചത്തുപോയില്ലേ? ആ, ഈ ചത്തുപോയ പശുവിനെ എവിടെയാ കുഴിച്ചിട്ടത്? വടക്കേപ്പാടത്തിന്റെ വരമ്പില്. ഇവളുടെ തള്ളയെയോ? ഹാ, എവിടെയാടോ കുഴിച്ചിട്ടത്? അവിടെ തന്നെ. ആ പശുവിന് ആരെങ്കിലും ബലിയിട്ടിട്ടുണ്ടോ? ഉണ്ടോടോ? ഇല്ല. എന്നാലും പശു പോലെയാണോ? അതെ. ചെപ്പേരി തറവാട്ടിലെ അന്തസ്സുള്ളവര് മരിച്ചാ തെക്കേ മുറ്റത്താ സംസ്കരിക്കുക. പാടത്തിന്റെ വരമ്പിലെ സ്ഥാനം കാലികൾക്കുള്ളതാ. അവർക്ക് ആണ്ടുമില്ല, ബലിയില്ല. പക്ഷെ എന്റെ അമ്മയ്ക്ക് ഇത് വേണം. കൊരയ്ക്കുന്നോടി. പിഴച്ചവർക്ക് ബലിയിട്ട് മോക്ഷം നൽകി നീ അങ്ങ് ആകാശത്തെത്തിക്കണ്ട. ദൈവം തമ്പുരാൻ വിളിക്കുന്നതും പിഴച്ചവളം തന്നെയായിരുന്നു. എനിക്ക് പോണം. കുഞ്ഞപ്പാ, ഓ, പാടത്തിന്റെ വരമ്പത്ത് ഒരു കുഴി കൂടെ കുത്തേണ്ടി വരും. അമ്മയ്ക്ക് ബലിയിടാൻ വേണ്ടി ഈ തറവാട്ടിൽ നിന്ന് ഇറങ്ങിയാ ഇവിടെ കിടന്നോട്ടെ, തള്ളയുടെ അരികില്ല. ഇനി ചോദ്യം വേണ്ട, കരച്ചിലും. മനസ്സിലായോ? മോളെ. കുഞ്ഞപ്പാ, ഓ,